അപ്പോഴേ എല്ലാവർക്കും വീണ്ടും എൻ്റെ അടുക്കളയിലേക്ക് സ്വാഗതം. കഴുകത്തേ ഉള്ളൂ. ഇതിന് അരപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് ജസ്റ്റ് നിങ്ങളുടെ കൂടെ കുറച്ച് വർത്താനം പറഞ്ഞ് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു. ഇത് 10 വർഷമായ ഒരു പഴയ ഗ്യാസ് അടുപ്പാണ് കേട്ടോ. ഞാൻ ഡെയിലി തുടയ്ക്കാറുണ്ട്. കറുത്തൊക്കെ ഇരിക്കുന്നത് കൊണ്ട് എനിക്ക് വൃത്തിയില്ലാത്തത് കൊണ്ടാണ് എന്ന് വിചാരിക്കരുത്. നമ്മൾ പതിവായി ചെയ്യുന്ന നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിരിക്കണം. നമ്മുടെ വീട്ടിൽ നമ്മൾ ഉണക്കിയ പുളിയാണ് കേട്ടോ. അത് വേണ്ട, ഇത് കുറച്ച് പാടാണ്. ഇതൊക്കെ ഈ പരുവത്തിൽ പെറുക്കിക്കൊണ്ട് വന്ന് ഉണക്കിയെടുക്കുന്ന എല്ലാ കാര്യങ്ങളും പാട് തന്നെയാണല്ലോ. പക്ഷേ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിലും നല്ലത് നമ്മൾ ഉണക്കിയെടുക്കുന്നതാണ്. ഇപ്പോൾ ഇതിപ്പോൾ കഴുകണം. ഞാൻ അരപ്പാക്കിയിട്ടേ പോയി കഴുകുള്ളൂ. പിന്നെന്താ പറയുക, എല്ലാവരും ഹാപ്പിയല്ലേ? അപ്പോൾ ഈ എണ്ണ എപ്പോഴാണോ ഒന്ന് ചൂടാവുക. എനിക്കിത് മൊത്തത്തിലൊക്കെ ഇങ്ങനെ കുക്കിംഗ് വ്ളോഗ് എനിക്ക് അറിയില്ല ഇങ്ങനെ ചെയ്യാൻ. അതുകൊണ്ടാണ് ഞാൻ ചെയ്ത് വെച്ചിട്ടൊക്കെ കാണിക്കുന്നത്. എന്തെങ്കിലും നിങ്ങളോടുകൂടി ഒരു ഇത്തിരി നേരം അല്ല, അത് വേറെ ഒന്നുമില്ല. നമ്മുടെ ഉലുവ, കടുക്, കല്ലുപ്പാട്ടോ. ഇത് കല്ലുപ്പ് ഞാനിങ്ങനെ കുപ്പിജാറിലാണ് ഇട്ട് വെക്കുന്നത്. ഈ ഉപ്പ് തന്നെ ഞാൻ പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ പൊടിച്ചു വെച്ചേക്കുന്നതാണ്. ഇപ്പോൾ പഞ്ചസാരയും കുപ്പിച്ചാറിലിടുന്നതാണ് നല്ലത്. നമ്മുടെ മുളക് നമ്മൾ വാങ്ങിച്ചുണക്കി പൊടിക്കുന്ന മുളക് പൊടി. പിന്നെ ഈ മഞ്ഞൾപ്പൊടി നമ്മൾ പൊടിച്ചിട്ട് എനിക്കൊരു അബദ്ധം പറ്റി. 300 രൂപയെ കിട്ടിയായിരുന്നു കിലോയ്ക്ക്. അതങ്ങ് കൊടുത്തത് വീട്ടിലിത്തിരി ഏറെ എടുത്ത് വെക്കാൻ ഞാൻ ഓർത്തില്ല. അപ്പോൾ പിന്നെ ഇത് തിളച്ച് വരുമ്പോഴത്തേക്കിന് ഒരു സമയമാവും. അതുകൊണ്ട് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ.